നമസ്കാരം. അപ്പോൾ സോണി ചേച്ചി ഞാൻ കുറേ റീലും കാര്യങ്ങളൊക്കെ ചെയ്തു. ഇനി എന്താണ് സംഭവിക്കണമെന്ന് അറിയില്ല. അടുത്ത ആഴ്ച സോണി ചേച്ചി ഞാനിവിടെ ഉണ്ടാവുമെന്ന് അറിയില്ല. അല്ല, ഇന്ന് നാട് വിട്ട് പോകണമെന്ന് അറിയില്ല. അതുപോലത്തെ റീലുകളാണ് ഞങ്ങൾ ചെയ്തിരിക്കുന്നത്. എന്തായാലും അടുത്ത എന്താ പറയുക, നമ്മുടെ രേണു പാവം നമ്മുടെ ഒരു പെങ്ങളുട്ടിയാ. അപ്പൊ രേണു ഇപ്പൊ കേൾക്കുന്നുണ്ടെങ്കിൽ രേണുവിന് ഇഷ്ടം പോലെ ഇതായിട്ടും അല്ലേ? അല്ല, രേണു പാവം കുട്ടിയാ, എനിക്കറിയാം അവളെ. ഞാൻ അവളുമായിട്ട് ഒരുപാട് വർക്ക് മഹിസാറിന്റെ ഒരു വർക്ക് ചെയ്തിട്ടുണ്ടായി. നല്ല കുട്ടിയാ അവളെ മനുഷ്യര് അവളെ തഴഞ്ഞപ്പോ ദൈവം അവളെ ഉയർത്തി. മഹിസാർ ഞങ്ങളൊരു വർക്ക് ചെയ്യും, എന്നെ പെരേരനെ വെച്ച് കോമാളി എന്നൊരു നല്ലൊരു സംഭവം ചെയ്തു. വേറെ കേസുണ്ട്, അതിൽ പെരേര അഭിനയിച്ചിരിക്കുന്ന എല്ലാവരും നല്ല കമന്റ് ഇട്ടേക്കണേ. അത് എന്താണെന്നുള്ള ഈ കോമാളിത്തരം കാണിച്ചിരിക്കണം എന്താണെന്ന് സൂചിപ്പിക്കുന്ന ഒരു വർക്കാണ്. ഈ കഴിഞ്ഞ ദിവസം പെരേരനെ അഭിലാഷിനെ കൂടെ കൂടി നമ്മൾ കണ്ടൊരു റീൽസ് ചെയ്തതിന്റെ അതിന്റെ അടിയിൽ എന്തൊരു കമന്റാണോ ഇട്ടിരിക്കുന്നത്, എന്തൊരു ഞാൻ എന്റെ ജീവിതത്തിൽ കേൾക്കാത്ത തരം വാക്കുകളൊക്കെയാണ് അതിനകത്ത് ഇട്ടിരിക്കുന്നത്. ഈ ആൾക്കാർക്ക് എന്തിന്റെ കേടാന്ന് എനിക്ക് മനസ്സിലാവും. എന്ത് പറയുന്നവര് പറയട്ടെ, നമുക്ക് കുഴപ്പമൊന്നുമില്ല, നമുക്കൊന്നും പറ്റുന്നൊന്നുമില്ല. എന്നാലും കേൾക്കുമ്പോൾ ഒരു ചെറിയൊരു വിഷമം വരുന്നു. എന്തൊരു വാക്കുകളോ പറയുന്നത്. ഞാൻ പറയട്ടെ, അതിനെ കുറിച്ച് രണ്ട് വാക്ക് പറയാം. ഇപ്പൊ സോണി ചേച്ചി ഇപ്പൊ ഈ ഫീൽഡിലുണ്ട്. പക്ഷെ സോണി ചേച്ചി മറന്നു പോകുന്ന കുറെ ആൾക്കാരുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മറന്നു പറഞ്ഞാൽ ഇപ്പൊ ഈ ഒരു വീഡിയോ വന്നു കഴിയുമ്പോൾ എന്നാ കുരു പൊട്ടിയിട്ട് വിളിച്ചില്ലെങ്കിൽ എന്നെ ഇങ്ങനെ എന്നിട്ട് ചിലപ്പോൾ വാഗ്ദാനങ്ങൾ തരും, അടുത്ത വർക്കിൽ നിങ്ങൾ ഉണ്ടാവും. ഒരു പുല്ലും ഉണ്ടാവില്ല. ഈ പറഞ്ഞ ആരും ഒരു സഹായം ചെയ്യില്ല. മനസ്സിലായില്ലേ? ഇപ്പൊ നമ്മളെ പോലുള്ള കുറച്ച് പേര് വിളിച്ചെന്തെങ്കിലും ചെയ്യിപ്പിക്കുമ്പോഴാണ് അവർ വിളിക്കുള്ളൂ. അല്ലാണ്ട് ചേച്ചി വർക്കിനായിട്ട് നടക്കുന്നത് ചേച്ചിക്ക് നല്ല കിട്ടുന്നില്ല എന്നല്ല പറഞ്ഞത്. ഒരു കഥാപാത്രം വിളിച്ചു തരാൻ പാടില്ലേ? ഞാൻ ഇനിയിപ്പോ ഇത് ചെയ്തതിന്റെ പേരിൽ എന്റെ കഥാപാത്രങ്ങളൊക്കെ നഷ്ടപ്പെടുക എന്നുള്ളതാണ്. അങ്ങനെ ഒരിക്കലും നഷ്ടപ്പെടുന്നു. കാരണം അങ്ങനെ നഷ്ടപ്പെടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചേച്ചി ഇവിടെ മാന്യമായ ഡ്രസ്സ് ധരിച്ചാണ് ചെയ്തത്. മനസ്സിലായില്ലേ? അല്ലാണ്ട് വൾഗർ വേഷമിട്ടോ അല്ല എന്റെ കൂടെ ചെയ്തത്. അല്ല, ഈ വൾഗർ വേഷം ഇട്ടിട്ട് ചെയ്ത ആൾക്കാർ എന്തോരം പേരാണ്. ഇപ്പൊ ചേച്ചിനെ ഇങ്ങനെ കൈ ഇങ്ങനെ കറക്കി എടുക്കുന്നു, അതിലെന്താണത്? ഒന്നുമില്ല, അങ്ങനെയൊന്നുമില്ല. കാരണം മെയിൻ ആർട്ടിസ്റ്റുകളൊക്കെ ചെയ്യുമ്പോൾ അവര് കെട്ടിപ്പിടിക്കുന്നുണ്ട്. അവര് എന്തെല്ലാം സംഭവങ്ങൾ ചെയ്തിട്ടാണ്. പിന്നെ ചേച്ചി എനിക്കൊരു അവാർഡ് കിട്ടി. പറയട്ടെ, എനിക്കൊരു അവാർഡ് കിട്ടിയതിനെ കുറിച്ച് പറഞ്ഞോട്ടെ. ഈ എടുത്തു കറക്കലിന് ഈ വർഷത്തെ അവാർഡ് എനിക്കാണ്. കാരണം എടുത്ത് അപ്പൊ ഞാൻ ഈയിടെ ഒരു ചെരുപ്പ് കടയുടെ പരസ്യം ചെയ്തായിരുന്നു എന്റെ പേജില്. ഇൻസ്റ്റാഗ്രാമില് ഒരു ചെരുപ്പ് കടയുടെ പരസ്യം ചെയ്തപ്പോ എന്റെ താഴെ ഒരു പയ്യൻ വന്ന് ചെയ്യുക, ചേട്ടാ ചെരുപ്പൊന്നും എടുത്ത് കറക്കാൻ പാടാർന്നു. അപ്പൊ എന്താ പറയുക, അപ്പൊ അത് കൂടാണ്ട് പെരേരനെ ഒന്ന് എടുത്ത് കറക്കി. പക്ഷെ ആ തടീനെ പൊങ്ങള്ള അതിയായ കുണ്ടിയല്ലേ അവനെ. ഞാനിങ്ങനെ എടുത്ത് പൊക്കാനത് ഏറ്റവും അവസാനം അണ്ണനെ എടുത്ത് പൊക്കി. അണ്ണൻ ആറാട്ടണ്ണൻ അതെങ്ങനെയൊക്കെയോ പൊങ്ങിയത് എന്ന് വെച്ചാ എന്ന് പറഞ്ഞാല് ഈ വർഷത്തെ അവാർഡ് എടുത്തു കറക്കൽ, ഓൾ കേരള എടുത്തു കറക്കൽ അവാർഡ് നമുക്കാണെന്നാണ്. എനിക്കും കിട്ടേണ്ടി വരും തീർച്ചയായിട്ടും. 75 കിലോ ഉണ്ട്. വീണാർന്ന് ഞാനിവിടെ ചത്തുപോയാൽ. പിന്നെ പോലീസ് വേഷം ഗംഭീരമായിട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ, അതില് സന്തോഷം. പോലീസ് വേഷം മാത്രമേ ഗംഭീരമാവുന്നുള്ളൂ. അല്ല, പോലീസ് വേഷം ഒറിജിനാലിറ്റിയാണ്. കാരണം പക്ക ഇതിട്ട് നിങ്ങളിവിടെ നിന്ന് ഞാൻ റീല് കളിക്കാണ്ട് ഓടേണ്ടി വന്നേ. മനസ്സിലായില്ലേ? അതേ നാച്ചുറൽ. പിന്നെ ഞാൻ ഒരു കാര്യം പറയാം, ഞാൻ ഈ ഒരു കോടിയിൽ വന്ന കാര്യം ചേച്ചി എന്നോട് ചോദിച്ചില്ല. ഞാൻ പേഷ്യൻസിന് വേണ്ടി പാട്ട് പാടിയാണ് വന്നത്. അങ്ങനെ തിലാലൻ കലാപ്രതിഭ പുരസ്കാരം എനിക്ക് കിട്ടി. അപ്പം ചേച്ചി ഒരു കാര്യം ചെയ്തത് ഞാൻ പ്രഷറോട് പറയുകയാണ്. കാരണം ഒരു 3 പേരുടെ ജീവൻ ചേച്ചി രക്ഷിച്ചിട്ടുണ്ട്. അത് ഇന്നത്തെ കാലത്താണെങ്കിൽ നമ്മൾ ഫേസ്ബുക്ക് തുറന്നു കഴിഞ്ഞാൽ സോണിയ എന്ന് പറഞ്ഞു വരും. അന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയ ഇല്ലായിരുന്നു. അതിനെ കുറിച്ചൊന്നും പറയാം. സോഷ്യൽ മീഡിയ ഇല്ലായിരുന്നല്ലോ. അന്ന് ഞാനും ചെറുപ്പമായിരുന്നു. അന്ന് ഏതാണ്ട് എനിക്ക് ഇപ്പോഴും ചെറുപ്പമാണ്. താങ്ക് യു. അന്ന് എനിക്ക് ഏതാണ്ട് ഒരു 12 വയസ്സെങ്ങാണ്ട് നിലവിലുള്ളൂ. ഈ 12 വയസ്സ് എൻ്റെ സെയിം പ്രായമുള്ള ഒരു കുട്ടിയായിരുന്നു. അപ്പം ഞാൻ പഠിച്ചതും വളർന്നതെല്ലാം കോട്ടയത്താണ് പഠിച്ചത്, മാന്നാനത്ത്. അപ്പോൾ അവിടെ നമ്മൾ ഈ സിസ്റ്റർമാരുടെ കീഴിലാണ് വളർന്നതും പഠിച്ചതൊക്കെ. അപ്പോൾ അവിടെ ഈ ഞങ്ങൾ കോൺവെന്റിൽ ഇവരെ കാണാണ്ട് ഞങ്ങൾ പുഴയിൽ കുളിക്കാൻ വേണ്ടി ഈ പുഴയിൽ കുളിക്കാൻ വേണ്ടി പോകുമ്പോൾ ഞാൻ നല്ല നീന്തുന്ന ആളെ, എന്നെ നീന്തൽ പഠിപ്പിച്ച എൻ്റെ ചേച്ചിയാണ്. അപ്പോൾ അവള് എന്നെ അവിടെ പുറത്തിരുത്തിയാണ് എന്നെ ഇങ്ങനെ നീന്തൽ പഠിപ്പിച്ചത്. അപ്പോൾ ഞാൻ നന്നായിട്ട് നീന്തും. അതായത് പാല മീൻസിൽ ആർന്ന് കേട്ടിട്ടുണ്ടല്ലോ, അത് വലിയൊരു പുഴയാണ്. അപ്പോൾ അവിടെ നീന്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങളെല്ലാം കുളിയെല്ലാം കഴിഞ്ഞ് ഇങ്ങനെ കയറി കഴിഞ്ഞ് കഴിഞ്ഞപ്പം കുറേ പിള്ളേർ കിടന്ന് കാറുന്നുണ്ട്. കാറെന്ന് പറഞ്ഞാൽ അലറി കാറുന്നുണ്ട്. എന്ത് സംഭവം എന്നറിയാനായിട്ട് നോക്കുമ്പോൾ ഒരു കൊച്ച് വലിയ കയത്തിൽ
കയത്തിൽ. അത് നമ്മളെപ്പോഴും നീന്തിക്കൊണ്ടിരിക്കുന്ന സ്ഥലമാണ്. അവിടെ ഒരു വലിയ ചുഴിയുണ്ട്. ആ കൊച്ചു ഇങ്ങനെ അതിൻ്റെ അകത്തോട്ട് താന്നുകൊണ്ടിരിക്കുകയാണ്. എൻ്റെയൊക്കെ സെയിം പ്രായമുള്ള കൊച്ചാണ്. അപ്പോൾ അതിങ്ങനെ താഴോട്ട് താന്നുകൊണ്ടിരിക്കുക. കൈ ഇങ്ങനെ മാത്രം കാണാം, ഇത്ര മാത്രമേ കൈ ഉള്ളൂ. അതൊക്കെ ഇങ്ങനെ താഴോട്ട് താന്നു. അപ്പോൾ എല്ലാവരും എന്നാ ചെയ്യേണ്ടതെന്ന് ഓർത്ത് പേടിച്ച് എല്ലാവരും നിൽക്കുക. അപ്പോൾ എന്നോട് എൻ്റെ ചേച്ചി പറഞ്ഞു, എടി നീ ചെല്ല്, നീ പോയി രക്ഷിക്കുന്നു പറഞ്ഞുകൊണ്ട് എന്നോട് ചേച്ചി പറഞ്ഞു. അപ്പോൾ ഞാൻ ഒട്ടും മടിച്ചില്ല. ഞാൻ അവിടെ നിർത്തി ചാടി നീന്തി ആ കൊച്ചിനെ പോയി പിടിച്ച് കഴിഞ്ഞപ്പോഴത്തേന് ഇവിടെ എന്നെ പിടിച്ച് താഴോട്ട് താത്തിക്കൊണ്ടിരിക്കുക. അവിടെ നമ്മൾ ഒരു വെള്ളത്തിൻ്റെ അകത്ത് ഇങ്ങനെ ശ്വാസം പടയുമ്പോൾ അവർ നമ്മളെ ഇവിടെ താത്തും. അപ്പോൾ എനിക്ക് എൻ്റെ ഒരു ബുദ്ധി, എനിക്ക് എപ്പോഴും ഈ ജനറലായിട്ട് ഭയങ്കര ഒരു സംഭവമാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, എൻ്റെ ബുദ്ധിയിൽ എനിക്ക് ഇങ്ങനെ ഈ കൊച്ചിനെ എടുത്ത് എൻ്റെ കയ്യിൽ, അതായത് ഇങ്ങനെ പൊക്കി പിടിച്ചിട്ട് അവിടെ നമ്മുടെ തുടയില്ലേ അവിടെ ഇങ്ങനെ എൻ്റെ കയ്യിലോട്ട് ഇരുത്തിയിട്ട് ഞാൻ പറഞ്ഞു, നീ പേടിക്കണ്ട, ഞാൻ നിന്നെ രക്ഷിക്കാം, നീ പേടിക്കില്ല, എന്നെ പിടിച്ച് താത്തല്ലേ എന്ന് പറയുമ്പോൾ അവൾക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പം അവള് ഞാനിങ്ങനെ പിടിച്ച് ഞാൻ പറഞ്ഞു, നീ ശ്വാസം വലിച്ചു വിടാൻ പറഞ്ഞു. എൻ്റെ വിചാരം ഇവള് ശ്വാസം വലിച്ചു വിടുന്നുണ്ടെന്നൊക്കെ ഓർത്തിട്ട് ഞാനിങ്ങനെ പറയുകയാണ്, ശ്വാസം വലിച്ചു വിടാന്ന് പറയുമ്പോൾ ഇങ്ങനെ പൊടിച്ച് പൊക്കിക്കൊണ്ട്. അപ്പോൾ എനിക്കിങ്ങനെ ഒറ്റക്കൈ കൊണ്ട് തുഴഞ്ഞ് നിൽക്കാനൊക്കെ നല്ല വശമാണ്. ഭയങ്കരമായിട്ട് നല്ലതായിട്ട് നീന്തുന്ന ഒരാളായിരുന്നു. അപ്പോൾ 2 കാലുകൊണ്ടും ഒറ്റക്കൈ കൊണ്ടും ഇങ്ങനെ തുഴഞ്ഞ് നിൽക്കും ഈ കൊച്ചിനെ ഈ കയ്യിൽ പിടിച്ചിട്ട്. അങ്ങനെ ഞാൻ ഈ കൊച്ചിനെ ഒരു ശ്വാസം ഇങ്ങനെ ഒരു ഏക്കൽ കിട്ടൂല. അപ്പോഴത്തേനും ഞാൻ ഇതിനെ പുറയിൽ കിടത്തിക്കൊണ്ട് ഞാൻ തുഴഞ്ഞ് നീന്തി അക്കരെ എത്തി. ഇപ്പോൾ ആൾക്കാരെല്ലാം അവിടെയുള്ള ജനങ്ങളെല്ലാം ഓടി വന്ന്, അതിലൊക്കെ എല്ലാം ഓടി വന്ന് ഈ കൊച്ചിനെ പിടിച്ച് വെള്ളം ഇങ്ങനെ വയറ്റിൽ ഞെക്കി ഛർദ്ദിച്ച് കളയൊക്കെ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഉടനെ അവർ ജീപ്പിൽ കൊണ്ടുപോയി കൊച്ചിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, പാലാ മേരി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവളെ രക്ഷപ്പെടുത്തി. അങ്ങനെ ഞാൻ കൊച്ചിനെ ഒരു രക്ഷിച്ചു. അപ്പോൾ ഈ വൈകുന്നേരം ആയപ്പോഴത്തേന് ഞങ്ങളെ പഠിപ്പിക്കുന്ന ഒരു അച്ഛനുണ്ട്. ആ അച്ഛൻ രാത്രി ആയപ്പോഴത്തേനും വന്ന്, ഇന്ന് പുഴയിൽ പോയ എല്ലാവരും എഴുന്നേറ്റ് വയ്ക്കാൻ പറഞ്ഞു. ഞങ്ങളെല്ലാവരും ലൈനായിട്ട് എഴുന്നേറ്റ് വയ്ക്കുക. അപ്പോൾ അച്ഛൻ്റെ അടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില്ലറ അടിയല്ല. പുത്തമ്പരക്കിൽ അച്ഛൻ, ഫാദർ ജോസഫ് പുത്തമ്പരക്കുന്ന അച്ഛൻ്റെ പേര്. അയ്യോ, ചില്ലറ അടിയല്ല, അങ്ങനെ ചുമ്മാ അടിക്കൂല, നല്ല അങ്ങനെ അടിക്കൂല. എന്തെങ്കിലും തെറ്റ് കണ്ടാൽ മാത്രമേ അച്ഛൻ അടിക്കൂല. അപ്പോൾ ഈ അച്ഛൻ എന്ത് ചെയ്യുന്നറിയാവോ, എല്ലാവരും എഴുന്നേറ്റ് ഇരിക്കാൻ പറഞ്ഞു. ഞങ്ങളെല്ലാവരും പേടിച്ച് ലൈനായിട്ട് എഴുന്നേറ്റ് ഇരിക്കുക. എല്ലാവരും പുറത്തിറങ്ങി വരാൻ പറഞ്ഞു, മേശയുടെ ഇപ്പുറത്ത് വരാൻ പറഞ്ഞു, ഡൈനിങ് ടേബിളിൽ ഇപ്പുറത്ത്. അപ്പം ഞങ്ങൾ ഇപ്പുറത്ത് വന്ന് നിന്ന് ലൈനായിട്ട് നിൽക്കുക കേട്ടോ. അപ്പം ആരോട് ചോദിച്ചിട്ടാണ് പുഴയിൽ പോയത്. അപ്പോൾ എല്ലാവരും പേടിച്ചിങ്ങനെ വിറച്ച് നിൽക്കുക കേട്ടോ. കൈ നീട്ടാൻ പറഞ്ഞു. അപ്പോൾ അച്ഛൻ ഓരോരുത്തർ ടപ്പെന്നും പറഞ്ഞ് അടിച്ചടിച്ച് വരിക. അച്ഛന് എൻ്റെ ഭാഗത്ത് അടിക്കാനായിട്ട് വന്നു കേട്ടോ. അടിക്കാനായിട്ട് ഞാൻ കൈ നീട്ടി പിടിച്ചിട്ട് ഇങ്ങനെ വിറച്ച് നിൽക്കുമ്പോൾ, വിറാന്ന് പറഞ്ഞാൽ എനിക്ക് അടി ഭയങ്കര പേടിയുള്ള കാര്യമാണ്. എന്നെ ചൂരിൽ കണ്ടാൽ എനിക്ക് പേടിയാണ്. അപ്പോൾ എൻ്റെ കൈ ഇങ്ങനെ നീട്ടി പിടിച്ചുകൊണ്ട് ഞാൻ നിൽക്കുമ്പോൾ അച്ഛൻ എന്നെ അങ്ങ് ചേർത്തങ്ങ് പിടിച്ചു. പിന്നെ എനിക്കൊന്നും പറയാനില്ലല്ലോ. എന്നെ ചേർത്ത് പിടിച്ചു പറഞ്ഞു, നിന്നെ ഞാൻ അടിക്കുന്നില്ല, കാരണം നീ ഇന്നൊരു കൊച്ചിൻ്റെ ജീവൻ രക്ഷിച്ചതാണ്, അതുകൊണ്ട് അവളെ ആശുപത്രിയില്ല, നീ ഇന്നൊരു കൊച്ചിൻ്റെ ജീവൻ രക്ഷിച്ചത്, അതുകൊണ്ട് നിന്നെ ഇന്ന് അടിക്കുന്നില്ല. ഇന്ന് ഇവിടെ ഇത് ചെയ്തില്ലായിരുന്നെങ്കിൽ ഇന്ന് ആ കൊച്ചിൻ്റെ വീട്ടുകാരോട് നമ്മൾ എന്ത് സമാധാനം പറയും എന്നും പറഞ്ഞ് അച്ഛൻ എന്നെ അങ്ങ് ചേർത്ത് പിടിച്ചു. എന്നെ മാത്രം പിടിച്ചില്ല, ബാക്കി എല്ലാവർക്കും അടി കിട്ടി. അങ്ങനെ ഞാനൊരു കൊച്ചിനെ രക്ഷിച്ചു. പിന്നെ ഞാൻ രക്ഷിച്ചത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന പ്രായത്തിൽ തന്നെ അപ്പുറത്തെ വീട്ടിൽ നിന്ന്, അതായത് മാന്നാനത്ത് അമ്മഞ്ചേരിയിൽ സുഷമ ഡോക്ടർ എന്ന് പറയുന്ന ഡോക്ടറുണ്ട്. ആ ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ട് ഈ ഒരു കൊച്ചിനെ കൊണ്ട് ഒരു അച്ഛനും അമ്മയും വന്നിട്ടുണ്ട്. അപ്പോൾ കുഞ്ഞു കുട്ടി ഇങ്ങനെ കയ്യിൽ പിടിച്ച് മലത്തിൽ പിടിക്കുന്ന ഒരു കൊച്ചാണ്. അപ്പോൾ ഈ കൊച്ചിനെ കൊണ്ട് വന്നു കഴിഞ്ഞപ്പോൾ ഈ സുഷമ ഡോക്ടർ പറഞ്ഞു ESA ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകാൻ പറഞ്ഞു. അപ്പോൾ ഇവർക്ക് കൊണ്ടുപോകാൻ വണ്ടിയില്ല, ഒന്നുമില്ല. അവിടെ നിന്ന് കുറേ ദൂരമുണ്ട് ESA ഹോസ്പിറ്റലിലോട്ട്. അപ്പോൾ ഈ കൊച്ചിൻ്റെ കണ്ണെല്ലാം ഇങ്ങനെ മേപ്പോട്ട് മറിഞ്ഞ് നമ്മളിങ്ങനെ കാണുക. മേപ്പോട്ട് മറിഞ്ഞിട്ട് ഇവർ കിടന്ന് കാറ് കൂവി ഭയങ്കരമായിട്ട് കാറില്ല. അപ്പോൾ എൻ്റെ അച്ഛൻ്റെ പെങ്ങൾ എന്നോട് പറഞ്ഞു, എടി സോണി ഓടി വാ. ഞാൻ പറഞ്ഞു, എന്നാ ചേച്ചി അവിടെ കിടന്ന് എന്താ ഈ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു. നീ ഓടി വാന്ന് പറഞ്ഞു. ഞാൻ ഓടിച്ചെന്ന് നോക്കുമ്പോൾ ഒരു കൊച്ചിങ്ങനെ മേപ്പോട്ട് ഇങ്ങനെ കണ്ണിങ്ങനെ വീഴുക കേട്ടോ. അപ്പോൾ അപ്പോൾ ഇങ്ങനെ ആ കൊച്ചിങ്ങനെ കിടന്ന് ഇങ്ങനെ കണ്ണു മേപ്പോട്ട് പോവാ. എന്നോട് പറഞ്ഞു, നീ എങ്ങനെയെങ്കിലും കൊച്ചിനെ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ പറഞ്ഞു അമ്മ ചേച്ചി. അച്ഛൻ്റെ പെങ്ങളാണ് അമ്മ ചേച്ചി, മരിച്ചു പോയി കേട്ടോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഞാൻ പെട്ടെന്ന് ഈ കൊച്ചിനെ ഈ കയ്യിൽ ഇങ്ങോട്ട് പിടിച്ചിട്ട് ഓരോ ഓട്ടം ഓടിയാണ്. ഞാൻ ബെറ്റിക്കോട്ടായിട്ടിരിക്കും. ബെറ്റിക്കോട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൈയില്ലാത്തൊരു കുഞ്ഞ് ബെറ്റിക്കോട്ടായിട്ടിരിക്കും. ഓരോ ഓട്ടം അമ്മഞ്ചേരിയിൽ നിന്ന് ഓടി ESA ഹോസ്പിറ്റലിൻ്റെ അവിടെ ചെന്നാൽ നിന്നത്. അത്രയ്ക്ക് ഓട്ടം ഓടിയിരുന്നു. അന്നൊന്നും അവിടെ ഓട്ടോറിക്ഷയൊന്നും ഇല്ല, വേറെ വണ്ടികളും ഇല്ല, ഒന്നുമില്ല. അങ്ങനെ ഞാൻ ഓടി ഈ കൊച്ചിനെ കൊണ്ട് എടുത്ത് ഓടുമ്പോൾ ഈ കൊച്ചു എൻ്റെ കൈക്കത്ത് കിടന്ന് വെച്ച്, എൻ്റെ കർത്താവെ കാണുമ്പോൾ പേടിയാവും. ഇങ്ങനെ കണ്ണും മറിഞ്ഞ് ഇങ്ങനെ വരുക കേട്ടോ. എന്നിട്ട് പെട്ടെന്ന് ഞാൻ അത്രയ്ക്ക് ഓട്ടം ഓടി, PT ഉഷ തോറ്റു അതുപോലെ ഓട്ടം ഓടിയ. ആ ഓടി ഞാൻ ESA ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ചെന്നപ്പോൾ തന്നെ കാഷ്വാലിറ്റിയിലെ കൊച്ചിനെ കയറ്റി എന്തൊക്കെയോ ചെയ്ത് കൊച്ചു രക്ഷപ്പെട്ടു. കൊച്ചു മേക്കം വെച്ച് കരഞ്ഞ് കൊച്ചു രക്ഷപ്പെട്ടു. അപ്പോഴത്തേന് എനിക്ക് ഓടിയതിൻ്റെ ക്ഷീണം മാത്രമേ ഉള്ളൂ. ഞാൻ പെട്ടെന്ന് അവിടെ തളർന്ന് കുത്തിയിരുന്ന് എന്നെ ഓടി വന്ന് എല്ലാവരും കൂടെ വന്ന് എന്നെ സമാധാനപ്പെടുത്തി. എനിക്കിതൊന്നുമല്ല പ്രശ്നം, കൊച്ചു രക്ഷപ്പെട്ടോ എന്നാണ്. അങ്ങനെ ഞാനിങ്ങനെ ഇരിക്കുമ്പോൾ ആ നേഴ്സുമാർ വന്നിച്ച് പറഞ്ഞു, കുഴപ്പമില്ല, ഇപ്പം കൊച്ചിന് കുഴപ്പമില്ല, അപ്പോൾ തന്നെ എന്തോ ട്രീറ്റ്മെൻറ്റ് കൊടുത്ത് ഓക്കെ ആയെന്ന് പറഞ്ഞു. എന്നിട്ട് ഈ അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും രണ്ടും ചട്ടുള്ള ആൾക്കാരാണ്. എങ്ങനെ ഈ കൊച്ചിനെ വെച്ചിട്ട് ഓടും.
എന്നിട്ട് അവർ ഒരു വിധത്തിൽ അവിടെ വന്നിട്ട് എന്നെ അങ്ങോട്ട് കെട്ടിപ്പിടിച്ചിട്ടുണ്ടല്ലോ. എന്നെ കെട്ടിപ്പിടിച്ചിട്ട് എൻ്റെ തലയിൽ തൊട്ടിട്ട് അവർ അനുഗ്രഹം തന്നു. എൻ്റെ കുഞ്ഞിനെ നീ രക്ഷിച്ചും പറഞ്ഞു, നിനക്ക് നല്ല കാലം വരുമെന്നും പറഞ്ഞ് എന്നെ അങ്ങ് തലയിൽ നിന്ന് അനുഗ്രഹിച്ച് എന്നെ കെട്ടിപ്പിടിച്ച് അങ്ങോട്ട് വലിയ ആ ഹോസ്പിറ്റലിൽ വെച്ച ഒരു കാര്യം. അത് അങ്ങനെ രണ്ടാമത്തെ. പിന്നെ മൂന്നാമത് ഒരെണ്ണം ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 2 അട്ട കുട്ടികളാണ്. ജനിച്ചിട്ട് കുറച്ചായുള്ളൂ, 10-15 ദിവസം കണ്ടായിട്ടേ ഉള്ളൂ. ആ കൊച്ചിനെ കൊണ്ട് ഞാൻ ഇതുപോലെ തന്നെ മുറിക്കകത്തിരിക്കും, ഭയങ്കര കാർച്ച കേൾക്കാം. ഞാനിതെന്താണ് ആ കാറിനെന്ന് ഓർത്ത് ഞാൻ ഇറങ്ങി നോക്കുമ്പോൾ ഒത്തിരി ജനങ്ങൾ ഇങ്ങനെ കൂടി നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ എന്താ സംഭവം എന്ന് പറഞ്ഞാൽ ഞാൻ മതിൽ ചാടിയിട്ട്, ഒരു മതിലുണ്ട്, ആ മതിൽ ചാടിയിട്ട് ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എന്താണെന്ന് ചോദിക്കുമ്പോൾ ആ കൊച്ചിനെ ഓരോരുത്തർ കൈമാറുന്നുണ്ട്. പക്ഷേ കൊച്ചിന് ശ്വാസമില്ല. ഓരോരുത്തർ കൈമാറി ഞാൻ ഈ കൊച്ചിനെ അങ്ങ് പിടിച്ചു. അപ്പോൾ ഞാൻ ഇവരോട് ചോദിച്ചു എന്താ പറ്റി പാല് കൊടുത്തോണ്ടിരിക്കുമ്പോൾ എന്തോ പറ്റിയെന്ന് അറിയത്തില്ല, പാല് കൊടുത്തോണ്ടിരിക്കുമ്പോൾ എന്തോ സംഭവിച്ചതെന്ന് പറഞ്ഞു. ഞാൻ ഈ കൊച്ചിനെ അങ്ങ് മേടിച്ച് കയ്യിലോട്ട്, ഇച്ചിരി ആ കൊച്ചിനെ കയ്യിലോട്ട് മേടിച്ച് കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ, കരിനീല നിറമാണ് ആ കൊച്ചിരിക്കുന്നത്. കരിനീല നിറത്തിൽ ഈ പുക്കിളിൻ്റെ ഇവിടുന്ന് ചോരയും വന്നിട്ട് എൻ്റെ കൈക്കകത്തോട്ട് ആ ചോരയായി. ഈ വന്നിട്ട് എനിക്ക് എന്നാ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. അപ്പോൾ ഈ പാല് സിരസിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കൊച്ചിനെ കമത്തി കിടത്തിയിട്ട് തട്ടണം എന്നൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഞാനെന്ത് ചെയ്തു, ഞാൻ അങ്ങനെയൊക്കെ ചെയ്ത് നോക്കിയിട്ട് ഒരു രക്ഷയില്ല. ഞാൻ എന്നിട്ട് ആരണ്ടൊക്കെ ഓട്ടോറിക്ഷ വിളിക്കാൻ വേണ്ടി പോയിട്ടുണ്ട് കേട്ടോ. ഓട്ടോറിക്ഷ വിളിക്കാൻ വേണ്ടി പോയിട്ടും ഈ ഓട്ടോറിക്ഷ ഒന്നും വരുന്നില്ല. ഞാനെന്ത് ചെയ്തു, ഈ കൊച്ചിനെ പിടിച്ചിട്ട് അന്ന് ഞാൻ ഇതുപോലെ തന്നെ മനുഷ്യരെ രക്ഷിക്കാൻ ഭയങ്കര മേടിക്കുക. ഞാൻ ഈ കൊച്ചിനെ എടുത്തുകൊണ്ട് അതേപോലെ ഓടി, ആ കൊച്ചിനെ കമത്തി വെച്ചിട്ട് തന്നെയാണ് ഓടുന്നത്. ഓടി റോഡിൽ ചെന്നപ്പോൾ ആ ഓട്ടോറിക്ഷക്കാരൻ വരുന്നുണ്ട്. ഞാൻ വിളിച്ച് ചേട്ടാ ഓട്ടോറിക്ഷ എങ്ങനെ എത്രയും സ്പീഡിൽ വിടാൻ പറഞ്ഞുകൊണ്ട് ആ ഓട്ടോറിക്ഷയിൽ കയറി ആ കൊച്ചിനെ കമത്തി വെച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കും കേട്ടോ. കൊച്ചിനെ പുറത്ത് തട്ടുന്നുണ്ട്, ഒക്കെ ചെയ്യുന്നുണ്ട്. ഒന്നും ഒരു രക്ഷയില്ല, ഒരു അനക്കമില്ല, ഒന്നുമില്ല. അപ്പോൾ എൻ്റെ ഉപബോധ മനസ്സിൽ എനിക്ക് എന്തോ ഒരു ഉൾവിളി പോലെ പറയുകയാണ്, കൊച്ചിനെ നേരെ കിടത്തിയിട്ട് മൂക്കിൽ നമ്മൾ വായി വെച്ചിട്ട് ഇങ്ങനെ വലിച്ചു കളയാൻ പറയണം മൂക്കിൽ. അങ്ങനെ ഞാൻ ആ കൊച്ചിനെ നേരെ കിടത്തിയിട്ട് ഈ മൂക്കിൽ എൻ്റെ വായി വെച്ചിട്ട് ഞാനിങ്ങനെ വലിച്ച് പാല് ഇങ്ങോട്ട് തെരുതെരുന്ന് എൻ്റെ വായിക്കകത്തോട്ട് വന്ന് വീണ് വന്നിട്ട് ഞാനത് തുപ്പി കളയുന്നുണ്ട്. അങ്ങനെ ഞാൻ വലിച്ചു കഴിയുമ്പോഴേ ഈ കൊച്ച് ഇങ്ങനെ ഒരൊറ്റ വെപ്പ് ശ്വാസം കിട്ടി ആ കൊച്ചിന്. അപ്പോഴത്തേനും ശ്വാസം കിട്ടി. എൻ്റെ ദൈവമേ, എനിക്ക് എന്ത് സന്തോഷമായെന്നറിയാം. എന്നിട്ട് ഞാൻ എന്നെ ഇതെന്നറിയാം. അപ്പോഴത്തേനും അവരുടെ ആരുടെ അടുത്തുണ്ട്, എൻ്റെ അടുത്ത വണ്ടിയിൽ ഇരിപ്പുണ്ട്. അപ്പോഴത്തേനും ഇവർക്കും സന്തോഷമായി. ഈ കൊച്ച് ഇങ്ങനെ കരഞ്ഞല്ലോ ഒരു ഇതും വിട്ടിട്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ പെട്ടെന്ന് ഇതിനെ കമത്തി കിടത്തി തല കീപ്പായിട്ട് വെച്ചിട്ട് എൻ്റെ വണ്ടി ഓടിക്കൊണ്ടിരിക്കുക, കീപ്പോട്ട് ഇങ്ങനെ വെച്ചിട്ട് ഞാൻ അതിനെ ഇങ്ങനെ വെച്ച് പുറത്ത് തട്ടി അപ്പോഴത്തേനും കൊച്ചു ഇങ്ങോട്ട് മേക്ക് കരയാൻ തുടങ്ങി. അപ്പോഴത്തേനും ആശുപത്രി സാൻജോ ഹോസ്പിറ്റലിൽ ചെന്ന്, പെരുമ്പാവൂർ സാൻജോ ഹോസ്പിറ്റലിൽ ചെന്ന് അവിടെ കാഷ്വാലിറ്റിയിൽ കയറ്റി കഴിഞ്ഞപ്പോൾ തന്നെ പെട്ടെന്ന് ആ കൊച്ചിൻ്റെ മൂക്കിൽ നിന്ന് എന്ത് സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പാല് സിരിച്ച് പോയതങ്ങാണ്ടാന്ന് തോന്നുന്നു. ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തപ്പോൾ അത് ഓക്കെ ആയി. ഇതുവരെ ഒന്നുമില്ല, ശ്വാസമൊന്നുമില്ല. എന്നിട്ട് ആ ട്യൂബൊക്കെ ഇങ്ങനെ ഇട്ടിട്ട് കൊച്ചിൻ്റെ മൂക്കിൽ നിന്ന് ട്യൂബൊക്കെ ഇട്ടിട്ട് പെട്ടെന്ന് ഇങ്ങനെ വലിച്ച് എന്തൊക്കെയോ കളഞ്ഞിട്ട് ആ കൊച്ചിനെ രക്ഷപ്പെട്ടു. അപ്പോഴത്തേനെ കൊച്ചും മേക്കേന്ന് പറഞ്ഞ് കരയുമ്പോഴത്തേനും നമുക്കുണ്ടായ സന്തോഷമുണ്ടല്ലോ. കാരണം ആ കൊച്ചിൻ്റെ ജീവൻ തിരിച്ചു കിട്ടി. കാരണം കരിനീല നിറം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കരിനീല നിറവുമായി പുക്കിളിൻ്റെ അവിടെ നിന്ന് ചോരയും ഉണ്ടായിട്ട് 15 ദിവസം അങ്ങോട്ട് ആയിട്ടില്ലെന്ന് തോന്നുന്നു. 2 ഇരട്ടക്കുട്ടികളിൽ ഒരു കുട്ടി. അങ്ങനെ ആ കൊച്ചു അവിടെ നിന്ന് രക്ഷപ്പെട്ടു. അങ്ങനെ എനിക്ക് 3 പിള്ളേരെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് രക്ഷിക്കാൻ പറ്റി. എന്തായാലും ഒരുപാട് സന്തോഷം. കാരണം ഇപ്പൊ സോഷ്യൽ മീഡിയ ഒക്കെ ഉണ്ടെങ്കിൽ ചേച്ചിനെ വേറെ ലെവലാക്കി. അന്ന് സോഷ്യൽ മീഡിയ ഉണ്ടായിരുന്നു, ഒന്നും ഇല്ല, ആരും അറിയാനും ഇല്ല. എന്തായാലും ഞാനിപ്പോ പറയാണ്, അത് നല്ലൊരു കാര്യമാണ്. ദൈവത്തിന്റെ ഒരു കരങ്ങൾ തന്നെയാണ് ഈ കൈ. അതെ, തീർച്ചയായിട്ടും. എനിക്ക് അത് എല്ലാവരും പറയും, മരിക്കാൻ കിടക്കുന്നവർക്കും വെള്ളം കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. മരിക്കാൻ കിടക്കുന്ന ആൾക്ക് ആ സമയമാകുമ്പോൾ ഞാൻ അവിടെ എത്തി വെള്ളം കൊടുക്കാറുണ്ട്. അത് എല്ലാവരും പറയാറുണ്ട്. എനിക്കല്ല കേട്ടാ, ചിരിക്കാൻ പറഞ്ഞതല്ല. എൻ്റെ ആൾക്കാരെല്ലാം, എൻ്റെ വീട്ടുകാരെല്ലാം പറയും, അവളാണ് അത് മരിക്കാൻ കിടക്കുന്നവർക്കും വെള്ളം കൊടുക്കുന്നത്, അവൾ എവിടെയാണേലും പാഞ്ഞെത്തും എന്നൊക്കെ പറയാറുണ്ട്. അങ്ങനെയൊക്കെ എനിക്ക് എന്തോ ദൈവാനുഗ്രഹം ഉള്ള ഒരു കുട്ടിയാണ് ഞാൻ. പിന്നെ മറ്റുള്ളവരെന്തൊക്കെ പറയുന്നു, ഏതൊക്കെ പറയുന്നു നമ്മളെ. താങ്ക് യു സോ മച്ച് ചേച്ചി. എന്തായാലും അഭിമുഖത്തിന് വന്നതിന് നന്ദി. താങ്ക് യു.